അങ്ങനെ ദുബായിൽ നിന്നും ഒമാനിലേക്കുള്ള ബസ് യാത്രയിലാണ്. വളരെ മനോഹരമായ ബസ്സാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ ബസ് ഡ്രൈവർ, അതുപോലെ ക്ലീനർ, പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല സൗകര്യങ്ങളുള്ള ബസ്സാണ്. അടിയിൽ ലഗേജിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ലഗേജ് കൂടുതലായിട്ടൊന്നും ഈ സ്ഥലത്തില്ല, കാരണം ഇതിൽ ജസ്റ്റ് പിന്നെ വിസ പുതുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നത്. അൽക്കാഞ്ചേരി എന്ന് പറയുന്ന ഒരു ട്രാവൽസാണ് ഈ സംവിധാനം പിന്നെ കൊണ്ട് നടക്കുന്നത്. ഒമാൻ ട്രാൻസ്പോർട്ടേഷൻ്റെ ഉണ്ടല്ലോ വരുന്നതാണെന്ന് തോന്നുന്നു. അവിടുത്തെ വണ്ടിയുടെ ഡ്രൈവർ ഈ പറഞ്ഞ ഒമാനിയാണ്. അപ്പോൾ അദ്ദേഹം നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനാണ്. നമ്മൾ രാവിലെ 6 മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ വണ്ടിക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ഇദ്ദേഹമാണ് ഡ്രൈവർ. വണ്ടിക്ക് എന്തോ ചെറിയ തകരാറുണ്ടെന്ന് അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കൂടുതലും പിന്നെ വിദേശത്തുള്ള മറ്റു രാജ്യക്കാരൊക്കെയാണ് കൂടുതലും അതിനകത്തുള്ള വണ്ടിയിലുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഒമാൻ എംബസിയുടെ അവിടെയാണുള്ളത്. എംബസിയുടെ എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അടുത്ത രാജ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ എംബസിയിൽ നിന്നും ഇറങ്ങി നമ്മൾ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഉസ്താദിന് ഒരാഗ്രഹം ബസ് ഡ്രൈവറിൻ്റെ സീറ്റിൽ നിന്നിരിക്കണമെന്ന്. അങ്ങനെ അവിടെ ഇരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത്. സീറ്റ് നല്ല കുഷ്യനുള്ള സീറ്റാണ്, മേലോട്ടും താഴോട്ടും ഒക്കെ നല്ല പുഷപ്പുള്ള പുഷ് ബാക്ക് സീറ്റാണ്. അങ്ങനെ അവിടെ ഇരുന്നു. ഞങ്ങൾ ചെറിയൊരു നാസ്തയൊക്കെ മേടിച്ചു. അങ്ങനെ അതും കൊണ്ട് നമ്മുടെ ബസ്സിലേക്ക് കയറി. ഇനി ബസ് സോഹർ എന്ന സ്ഥലത്താണ് നിർത്തും. പിന്നെ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു പമ്പിൽ നിർത്തി, പിന്നെ ചെറിയൊന്ന് റെസ്റ്റൊക്കെ എടുത്തു. ഇനി അടുത്ത നമ്മൾ സോഹറിലേക്കാണ് വണ്ടി പോകുന്നത്. സോഹറിൽ പോയിട്ട് അവിടെ ഇറക്കും. അത് കഴിഞ്ഞതിന് ശേഷം റുവിയയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ലൊരു മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടു. നല്ല കുന്നുംപുറത്തുള്ളൊരു വീടും മനോഹരമായ കാഴ്ചകളാണ്. പിന്നെ ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ കൂടുതലും മരുഭൂമി ആണ്. ഒറ്റപ്പെട്ട മരുഭൂമികളും അതുപോലെ ചെറിയ പള്ളികളും ഒക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.